ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ക്രിസ്മസ് അല്ലേ കുഞ്ഞാറ്റെ? നമ്മൾ കുഞ്ഞുമാവ വന്നിട്ട് കുഞ്ഞാവയുടെ ആദ്യത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ അല്ലേ? കുഞ്ഞാറ്റ പറയും എന്താണ് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വരുന്നല്ലേ. ഞങ്ങൾ വിചാരിച്ചിരുന്നു ആദ്യമൊക്കെ ഡിസംബർ 28-നായിരുന്നു ഒരു ഡേറ്റ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു 28 എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്കൊരു 25-ാം തീയതി അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാമല്ലോ, 2 ദിവസം മുന്നേ ഒക്കെ പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് കുഞ്ഞുമാവ് വരുന്നിങ്ങനെ ചുമ്മാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 12/12-നാണ് കുഞ്ഞുമാവ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും എന്താ പറയുക, ഡിസംബർ മന്ത് നമ്മളെല്ലാവരും കുറേ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി ഡിസംബർ മാസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഡിസംബർ മാസത്തിലാണ് നമ്മുടെ കുഞ്ഞാവ് വന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞാവിടെ ആദ്യത്തെ ആഘോഷം ക്രിസ്മസ് അതവിടെ ഉണ്ട്. കുഞ്ഞാവേൻ്റെ ആദ്യത്തെ ആഘോഷം ക്രിസ്മസ് ആഘോഷമാണ്. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. അത് പെൺകുട്ടിയല്ലേ ഇത്? നീ അല്ലേ പറഞ്ഞത് ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ ടീമിൽ കൂട്ടൂല മമ്മീന്ന്. അതല്ല, ഞങ്ങൾ ഇതൊക്കെ ക്രിസ്മസ് അതിൻ്റെ ഡെലിവറിയുടെ മുന്നേ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു വ്ളോഗിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വെക്കേഷനാണെങ്കിലും പഠിക്കാനുള്ളതൊക്കെ പഠിക്കണമല്ലേ കുഞ്ഞാറ്റെ? അതായത് പഠിച്ചതൊക്കെ മറന്നു പോകൂല്ലേ? എന്താ എഴുതണ്? സൺഡേ മൺഡേ അല്ലേ? അപ്പോൾ വെക്കേഷനാന്ന് വിചാരിച്ചിട്ട് ആരും കളിയിൽ മാത്രം ഇരിക്കാൻ പാടില്ല. പഠിച്ചതൊക്കെ ഇടയ്ക്കൊക്കെ ബുക്കൊക്കെ ഒന്ന് തുറന്നു നോക്കണം അല്ലേ? അതെ, 1ാം ക്ലാസ്സിലേക്ക് എത്താറായി അല്ലേ? അപ്പം ഇപ്പൊ മുടി വളർന്നാ? എന്നിട്ട് എത്ര വലുതായില്ലേ? അത് വെട്ടിയാലോ കഴുത്തറ്റം? എന്നാ ഓക്കെ, വളർത്താം. ഇതെന്റെ പുതിയ ക്രിസ്മസിനുള്ള ഉടുപ്പ്. പപ്പ വേറെ മേടിച്ചൊന്നുണ്ടായിരുന്നു പുതിയത്, പക്ഷെ അത് ഇട്ടില്ല. ഞാൻ അത് അളക്കിയിട്ടില്ല. കാരണം ഈ ഒരു ആപ്പിളിന്റെ ഇട്ടല്ലേ? ആപ്പിൾ അല്ല, ചെറിയല്ലേ? ചെറിയ. ഓക്കെ, ഇതൊക്കെ ഉടുപ്പ് നോക്കാം. ഹായ് പറഞ്ഞേ. കുറച്ച് അങ്ങോട്ട് ബാക്കിക്ക് വെക്കുവോ? നോക്കിയേ, ഒരു ഹായ് പറഞ്ഞേ. ഇതാരും നിന്റെ കയ്യില്? ആരത്? ഇതാരാ? കയ്യോ? ക്രിസ്മസ് അപ്പൂപ്പൻ. ആരാണ്? അപ്പൂപ്പൻ. അപ്പൂപ്പൻ. അപ്പൂപ്പൻ പറന്നാ? മാനത്തുനിന്ന് വന്നതാ? അപ്പൂപ്പൻ. അപ്പൂപ്പൻ സാന്ത. അതെ. ഹാപ്പി ക്രിസ്മസ്. ഓക്കേ. ഉടുപ്പുമല്ലൊക്കെ കണ്ടാ തക്കടു? ഹലോ ക്രിസ്മസ് അപ്പൂപ്പൻ. ഹലോ. ഇത് മറ്റേ ബിരിയാണി അല്ലേ? എന്താണ്? അപ്പൊ ഏതെങ്കിലും കല്യാണം കിട്ടുന്നതാണോ? ഹാപ്പി ന്യൂ ഇയർ. നീ വേണ്ട, നീ ഷർട്ട് ഇട്ടില്ലല്ലോ. ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ ക്രിസ്മസ് ആകുമ്പോൾ ഇവിടുത്തെ കടകളിലെല്ലാം ക്രിസ്മസ് വ്യാപാരമായിരിക്കും നടക്കുന്നുണ്ടാവുക. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്.
അതായത് ഡിസംബർ 1st വീക്കിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോകുമ്പോൾ സംശയമായിരുന്നു ഇവിടെ ഈ ക്രിസ്മസിൻ്റെ കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ എല്ലാം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഡിസംബർ 25 അടുപ്പിച്ച് ക്രിസ്മസ് ആകുമ്പോഴേക്കും ആ ഒരു ടൈം അടുപ്പിച്ച് നല്ല രസമായിട്ട് എല്ലാ ഷോപ്പിലൊക്കെ ലൈറ്റൊക്കെ കത്തിച്ച് നല്ല രസമായിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കുവിനോട് വാശി പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വരാറുള്ളതാണ്. അപ്പോൾ കുഞ്ഞാറ്റക്കുട്ടിക്ക് ഇനി ഇപ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് ആ ഒരു സന്തോഷം കിട്ടാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് നടക്കാനൊന്നും വയ്യെങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ വന്നത്. കുഞ്ഞാറ്റക്കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. കുഞ്ഞാറ്റെന്നല്ല, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഏത് കുട്ടികളും നല്ല സന്തോഷത്തിലായിരിക്കും. ഇതുവരെ ഇവിടെ വരാത്ത ആൾക്കാരാണെങ്കിൽ വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അത്രയും രസമാണിത്. ഞങ്ങൾ തൃശ്ശൂരായാലും പിന്നെ എപ്പോഴും ഇവിടെ പോകാറുണ്ട്. കാക്കുവാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പുത്തൻപള്ളിയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് പിന്നെ എല്ലാ ക്രിസ്മസ് സീസണിലും ഈ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങളിവിടെ വരും. ഒരു പ്രാവശ്യം വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇയറും വരണം എന്ന് തോന്നും. അത്രയും രസമാണ് കേട്ടോ. ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. എവിടെ തിരിഞ്ഞാലും ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങൾ മാത്രം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് കുറവിലും നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. നോർമലി റേറ്റ് കുറഞ്ഞ സാധനങ്ങളുണ്ട്, പിന്നെ നല്ല റേറ്റ് കൂടിയ സാധനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന എല്ലാ സാധനങ്ങളും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചത് ഇവിടുന്നായിരുന്നു. ക്രിസ്മസ് ട്രീക്കൊക്കെ നല്ല നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. നോർമലി ഇവിടെ ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം റേറ്റ് കുറവും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ തവണ ഇവിടെ വരുമ്പോഴും ഈ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അധികം വാങ്ങിക്കാൻ നിന്നില്ല. കാരണം ആ ഒരു ക്രിസ്മസ് ടൈമിൽ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കാവുമല്ലോ. അപ്പോൾ എനിക്കിതൊന്നും ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാക്കു ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കും. പക്ഷെ ഞാൻ വില ചോദിച്ചതിന് ശേഷം വാങ്ങിക്കുള്ളൂ. പക്ഷെ കാക്കു വാങ്ങിച്ചതിന് ശേഷം ബില്ല് ചെയ്യുമ്പോഴായിരിക്കും വില എത്രയെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ കാക്കുവിനെ എപ്പോഴും ചീത്ത പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ വില നോക്കിയിട്ട് വേണം വാങ്ങിക്കാനെന്ന് പറഞ്ഞിട്ട്. ഈ ക്രിസ്മസ് ട്രീക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഒരു 2000 ആ ഒരു റേഞ്ചിലൊക്കെ 2000 കാരണം ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ക്രിസ്മസ് ട്രീക്ക്, ഇങ്ങനെ ഭംഗിയുള്ള ക്രിസ്മസ് ട്രീകൾക്കൊക്കെ. പിന്നെ ഓഫറിനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഓഫറിനുണ്ടായ സമയത്ത് 600 രൂപയ്ക്കാണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓഫർ പ്രൈസൊക്കെ കൊടുത്ത് കാണാറുണ്ട്. പിന്നെ ഇതാ കുറേ ലൈറ്റും കുറേ സ്റ്റാറും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വന്ന് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക, കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുക. ഓരോ കടകളും എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അലങ്കരിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കുമ്പോഴുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതൊക്കെ കണ്ടപ്പോൾ മാറി കേട്ടോ. കാരണം ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും തോന്നിയില്ല. മീൻസ് നമ്മൾ മനസ്സിന് സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാലും ക്രിസ്മസിൻ്റെ വേറൊരു ലോകം തന്നെയായിരിക്കും. കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസും കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതും റേറ്റ് കുറഞ്ഞതും ഇവിടെ നല്ല ഓഫറായിട്ടും സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. എന്നാൽ ഏറ്റവും നല്ല എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസും കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ക്രിസ്മസിന് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസാണ് കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കി വാങ്ങിക്കാറുണ്ട്. ഇപ്രാവശ്യം വലിയ രീതിയിലൊന്നും വാങ്ങിച്ചില്ല, എന്നാലും 1-2 വാങ്ങിച്ചു. അതില്ല ഇവിടെ താഴ്ത്തത്.
ഇപ്പോൾ കുഞ്ഞാറ്റക്കുട്ടി നോക്കിയ ആ ഐറ്റംസൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുള്ളതാണ് കേട്ടോ. നമുക്കൊരു 50 രൂപ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ കുറേ ഉള്ളതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും അധികം വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ നമ്മൾ എല്ലാ കടകളിലൊക്കെ ഒന്ന് കയറി കുഞ്ഞാറ്റേനെ ഈ ഒരു ക്രിസ്മസ് ട്രീയും ബാക്കി ഡെക്കറേഷനൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ കടകളിലൊക്കെ ഒന്ന് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ തക്കുടൂന് എന്തൊക്കെയോ കാണുന്നുണ്ട്, നല്ല രസമുണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലായിരുന്നു. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നൊന്നുമില്ല. ആരും ഒരു ബലൂൺ കൊടുത്തപ്പോൾ അതും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിസ്മസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ അല്ലേ? കുഞ്ഞാറ്റയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ കാണിച്ചിട്ട്? നിനക്കും ഉണ്ടാ? നീ ഉണ്ടോ ഡെക്കറേറ്റ് ചെയ്യാനേ? ബോൾസ് ആണ്, കുറച്ച് മിനിക്ക് പിന്നെ സാധാ ബോൾസും പിന്നെ തലയിൽ വെക്കാം. ഇത് ഇവിടെ കുറച്ച് തക്കട് എന്തായിനെ? പിന്നെതാ ഭംഗിയുള്ള പിന്നെതാ നമ്മുടെ പിന്നെതാ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പൻ. പിന്നെതാ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത് അവിടെ വെച്ചോ? ഓക്കെ. ഇതിങ്ങനെ ഓരോ അതും പിന്നെ നമ്മുടെ സ്റ്റാർ കാണിച്ചു തക്കുട് തകർത്തു. ഇതാ പൊട്ടിച്ചു. ആരാ പൊട്ടിച്ചേ? ഇല്ലാലേ? അതിന് പൊട്ടിച്ചേ? ഇനിയിപ്പോ അത് പൊട്ടിക്കും. ഇങ്ങോട്ട് വരും ഇവിടുന്ന്. നോ, ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വികൃതി വികൃതിനെ കണ്ടോ? വികൃതി. നിങ്ങൾ ഇത് കേൾക്കുമ്പോ ഇതിന്റെ അകത്ത് മണി ഉണ്ട് വിചാരിക്കും, പക്ഷെ ഇതിന് മണിയില്ല ഗൈസ്, ഒന്നുമില്ല. ഇത് നമ്മളുടെ പഴയ ബോൾ തന്നെയാണ്. ഇത്രയുള്ള ഐറ്റംസ് നമുക്ക് എന്നാലേ പപ്പയ്ക്ക് ഇത് കാണിച്ചെടുത്ത് സർപ്രൈസ് ആക്കിട്ട് നമുക്കിത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഇപ്പോൾ പുതുതായിട്ട് ഞാനിങ്ങനെ കോണിയിൽ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കോണിയുടെ ആ ഒരു ഭാഗമൊക്കെ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഓരോ കോർണറിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു കോർണറിൽ ഇത് ക്രിസ്മസ് പാപ്പാനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുഞ്ഞാറ്റയുടെ സ്റ്റഡി ടേബിളാണ്. അപ്പം അവിടെയും കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റഡി ടേബിളാണ്. സ്റ്റഡി ടേബിളിന് ഉണ്ട് കേട്ടോ. ആലോലം തോണിയോ? അവിടെ ആലോലം തോണി കുപ്പായിടാതെ വന്നിക്കുക അല്ലേ? അതില്ല ഗൈസ്, ഞാനിത് ആൻവൽത്തേക്ക് ക്ലാസ്സിൽ പറയുന്നുണ്ട്, അത് കണ്ട് കേട്ട് പഠിച്ചു. പിന്നെ ഇതാ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം എവിടെയും ഒന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. തക്കുടും എല്ലാം എടുത്തോണ്ട് പോവും. പപ്പയ്ക്ക് സർപ്രൈസ്. പപ്പയ്ക്ക് സർപ്രൈസ് ഉണ്ട്. പപ്പയ്ക്ക് സർപ്രൈസ് ഉണ്ട്. അല്ലല്ല, ഞാനും കുഞ്ഞാറ്റിയും കൂടെ ഉണ്ടാക്കി. ഐശ്വര്യം പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും
ഹാപ്പി ക്രിസ്മസ് എന്റെ ഗൈസിനും എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ബൈ ബൈ. ബൈ. See you.